ഐസ്ക്രീം ബോളും കുറച്ച് സ്ട്രോയും കൊണ്ടൊരു ക്യൂട്ട് ഫ്ലവർ വേസ് ഉണ്ടാക്കിയാലോ? അപ്പോൾ ആദ്യം നമുക്കൊരു ഐസ്ക്രീം ബോൾ വേണം. അതിനെ ഞാൻ ഫെവിക്കോളും വെള്ളവും കൂടെ ചേർത്ത് മിശ്രിതം വെച്ചിട്ട് ടിഷ്യൂ പേപ്പർ വെച്ച് ഫുള്ള് കവർ ചെയ്ത് ഉണക്കാൻ മാറ്റി വയ്ക്കും. പെയിൻ്റ് അടിച്ച സ്ട്രോ 6 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്ത 12 എണ്ണം നമുക്കിനി ഒരു നൂല് ഉപയോഗിച്ചിട്ട് 3 സ്ട്രോ കോർത്ത് കൊടുത്ത് ഒരു ട്രയാങ്കിൾ ഷേപ്പിലേക്ക് ആക്കാം. അങ്ങനെ 3 ട്രയാങ്കിൾ വേണം. ഞാനിനി കാണിച്ചു തരാൻ പോകുന്ന രീതിയിലായിരിക്കും ഇത് കോർത്തെടുക്കാൻ പോകേണ്ടത്. ഇതിനിടയ്ക്ക് ഞാൻ തൊട്ട് കാണിക്കുന്ന ഭാഗത്തെല്ലാം ഓരോ മുത്ത് വീതം വരും. നൂലിനകത്ത് ആദ്യം ഒരു ട്രയാങ്കിൾ കോർക്കുക, പിന്നെ ഒരു മുത്ത് കോർക്കുക, പിന്നെ അടുത്ത ട്രയാങ്കിൾ കോർക്കുക. അങ്ങനെ 3 ട്രയാങ്കിളും കൂടെ ഒരുമിച്ച് കോർത്തെടുക്കുക. ഇതിനിടയ്ക്ക് ഓരോ മുത്ത് വീതം ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഇത് ഫുള്ള് കോർത്തെടുത്തതിന് ശേഷം അത് കണക്ട് ചെയ്യുക. ഇത് ഇച്ചിരി ട്രിക്കായിട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അതുകൊണ്ട് ഞാൻ കാണിക്കുന്ന പോലെ തന്നെ ഫോളോ ചെയ്യുക. ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്ന പോലെ ഈ ട്രയാങ്കിളിലെ 3 അറ്റങ്ങളാണ് ബാക്കിയുള്ളത്. ഒരറ്റത്ത് ആദ്യം ഒരു മുത്ത് കോർത്തിട്ട് അടുത്ത സ്ട്രോ കയറ്റുക. അത് കഴിഞ്ഞിട്ട് അടുത്ത എൻഡിലേക്ക്, അതായത് അടുത്ത ട്രയാങ്കിളിൻ്റെ എൻഡിലേക്ക് കണക്ട് ചെയ്ത് കെട്ടിക്കൊടുക്കുക. ഇനി അവിടെ ഒരു മുത്ത്, പിന്നെ സ്ട്രോ, എന്നിട്ട് അടുത്ത അറ്റത്തേക്ക് കോർത്ത് കൊടുക്കുക. ഇത് കംപ്ലീറ്റ് ചെയ്യല്ലേ, കാരണം വെച്ചാൽ അവസാനത്തെ അറ്റത്തേക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യരുത്. കാരണം എന്ന് വെച്ചാൽ നമ്മളവിടെ പെയിൻ്റ് അടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഒരു ഐസ്ക്രീം ബോളുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടിയിലേക്ക് കിടക്കണം. ഞാൻ ജസ്റ്റ് ഇതൊന്ന് കോർത്ത് അവിടെ വെച്ചിട്ടേ ഉള്ളൂ, പക്ഷേ ഞാൻ കണക്ട് ചെയ്യുന്നില്ല. ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അങ്ങനെ വെച്ച് കാണിച്ചോളൂ, ഞാൻ കോർക്കുന്നില്ല. ഇനി ഐസ്ക്രീം ബോൾ എടുത്തിട്ട് ഞാൻ പർപ്പിൾ കളർ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ ഈ എന്താ പറയുക, ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അതിനൊരു പുറത്തൊരു ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്യും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ചാൽ അതിന് പുറത്ത് ഇതുപോലത്തെ ഏതെങ്കിലും ഒരു കളർ എടുത്തിട്ട് ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുക്കുമ്പോൾ വേറൊരു രീതിയിലുള്ള പാറ്റേണും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഞാനത് മോൺ പോഡ്ജ് ഉപയോഗിച്ചിട്ടും ജസ്റ്റ് ഒന്ന് ഗ്ലോസി ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനകത്തേക്ക് ചേർത്ത് വെച്ചിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്ലവർ വേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്താണ് ഈ ഫ്ലവർ വേസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം? ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.